റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് കുരുക്കാകുന്ന നിരവധി നിർണായക കണ്ടെത്തലുകളാണ് പോലീസ് നടത്തിയത്. അക്രമികളുടെ സഞ്ചാരപാതയിൽ ദിലീപിന്റെ ഡ്രൈവറുടെ സാന്നിധ്യവും കണ്ടെത്തി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതായിരുന്നു. അപ്പുണ്ണിയുടെ പങ്ക് എന്തായിരുന്നു ഈ അതിക്രമത്തിൽ? അക്രമികളെ അപ്പുണ്ണി പിന്തുടർന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ചോദ്യങ്ങളാണ്. അക്രമം നടക്കുമ്പോൾ ഒന്നാം പ്രതി പൾസർ സുനിയും ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു. അക്രമികളുടെ വാഹനങ്ങൾക്കൊപ്പം അപ്പുണ്ണി സഞ്ചരിച്ചെന്നാണ് നിർണായകമായ കണ്ടെത്തൽ. കോട്ടായി മുതൽ ആലുവ മാർക്കറ്റ് വരെയാണ് അപ്പുണ്ണി പിന്തുടർന്നത്. മറ്റൊരു കാര്യം കൂടി ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്, അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ സഹോദരിയുടെ ഫോണിലേക്ക് അപ്പുണ്ണി വിളിച്ചു. 22 മിനിറ്റാണ് അപ്പുണ്ണി സംസാരിച്ചത്. അപ്പുണ്ണിയുടെ സാന്നിധ്യവും ഫോൺ വിളിയും ദുരൂഹമെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. റോഷി പാലും ടി വി പ്രസാദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ടി വി പ്രസാദ്, വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. റോഷി, നാളെയാണ് ആ വിധി വരാൻ പോകുന്നത്. റിപ്പോർട്ടർ പുറത്തുവിട്ട വളരെ നിർണായകമായ തെളിവുകൾ, ഒപ്പം പോലീസിന്റെ കണ്ടെത്തലുകൾ, ഇതെല്ലാം ദിലീപിന് നിലവിൽ കുരുക്കാണ്. 10 പ്രതികൾക്കും കുരുക്കായി മാറുന്ന കാര്യങ്ങളാണ് നിലവിലുള്ളത്. അത്ര എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയുന്നതല്ല ഒരു ഗൂഢാലോചന കേസ്. ഇത് മനസ്സിലാക്കിയ പ്രോസിക്യൂഷനും പോലീസും ആഴമേറിയ അന്വേഷണമാണ് നടത്തിയത്. പലതരത്തിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി. ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളുണ്ടായി. ആ അതിജീവിതയെ ചലച്ചിത്ര ലോകത്ത് നിന്ന് തന്നെ എന്നേക്കുമായി പടിയടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ അതിനെയെല്ലാം അതിജീവിത ധൈര്യപൂർവ്വം പോരാടിയാണ് തോൽപ്പിച്ചത്. സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഒപ്പം നിന്നു, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ. റോഷി, ഇപ്പോൾ നാളെ നിർണായകമാകാൻ പോകുന്നത് ഈ പൾസർ സുനി ദിലീപിന് അയച്ച കത്ത്, പൾസർ സുനിയുടെ ടവർ ലൊക്കേഷനിൽ ഈ അപ്പുണ്ണി എന്ന ദിലീപിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നത്, സഹോദരിയുടെ ഫോണിലേക്ക് പൾസർ സുനി വിളിച്ച ഫോൺ കോൾ, ഇതെല്ലാം വളരെ വളരെ നിർണായകമാണ്. പ്രോസിക്യൂഷന്റെ ഈ തെളിവുകൾ കോടതിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത വിധം ശക്തമാണ്, അല്ലേ റോഷി? അരുൺകുമാർ, ഈ കേസിൽ നടൻ ദിലീപിന്റെ പങ്കാളിത്തമില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം പൊളിക്കുന്ന നിരവധി ഏതാണ്ട് 1500 പേജ് ആർഗ്യുമെന്റ് നോട്ട് പോലും അവസാന ഘട്ടത്തിൽ വിചാരണ കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപിനെതിരെയുള്ള തെളിവുകളിൽ ഒന്നാണിപ്പോൾ നമ്മൾ പറയുന്നത്. ഇത് അങ്ങനെ ചർച്ചയായ കാര്യവുമല്ല. CDR പരിശോധിക്കുമ്പോഴാണ് അപ്പുണ്ണിയും, ദിലീപിന്റെ ഡ്രൈവറാണ്, പേഴ്സണൽ ഡ്രൈവറാണ്, അതിനപ്പുറത്തേക്ക് മാനേജർ എന്നുകൂടി അപ്പുണ്ണി അറിയപ്പെടുന്നുണ്ട്. ദിലീപ് എവിടെയുണ്ടോ അവിടെ അപ്പുണ്ണി ഉണ്ടാകും. അങ്ങനെ ഈ കുറ്റകൃത്യം നടക്കുന്ന 2017 ഫെബ്രുവരി 17 സമാനമായ സമയത്ത് ഏതാണ്ട് 6 മണിയോടെ അന്ന് ദിലീപിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പുണ്ണിയുടെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയിരുന്നു. പൾസർ സുനി അടക്കം ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പ്രതികളും ഒരുമിച്ച് അവർ പോകുമ്പോൾ അറ്റ്ലക്സ് മുതൽ ഇങ്ങോട്ടേക്ക് ആലുവ മാർക്കറ്റ് വരെ എല്ലാ ടവർ ലൊക്കേഷനിലും സമാനമായ സമയത്ത് അപ്പുണ്ണിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അത് ദുരൂഹത വർദ്ധിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഗൂഢാലോചനയിൽ ദിലീപ് നേരിട്ട് പങ്കാളിയാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അത് ഒരു തെളിവ് മാത്രമാണ്. ഇത് ഒന്നിൽ കൂടുതൽ തെളിവ് ദിലീപിനെതിരെയുണ്ട്. കാരണം അപ്പുണ്ണി എന്തിനാണ് ഇതേ ലൊക്കേഷനിൽ അതേ സമയത്ത് സഞ്ചരിച്ചത്? മാത്രവുമല്ല, നേരെ വീട്ടിലേക്ക് ദിലീപിന്റെ ആലുവയിലെ പത്മസരോവരത്തിൽ ഉണ്ടായിരുന്ന സഹോദരി സബിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഈ കുറ്റകൃത്യം നടന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏതാണ്ട് 9:45 ആ ഫോൺ കോൾ അപ്പുണ്ണിയുടെ ഫോണിൽ നേരെ ദിലീപിന്റെ വീട്ടിലേക്ക് പോകുന്നത്. 2 തരത്തിലുള്ള സംശയങ്ങളാണ്. ആ കാര്യത്തിൽ മാത്രമാണ് തെളിവ് ഇല്ലാത്തത്. ഒന്നുകിൽ അപ്പുണ്ണിക്കൊപ്പം ദിലീപ് ഉണ്ടായിരുന്നു. പലപ്പോഴും ദിലീപ് അപ്പുണ്ണിയുടെ മൊബൈൽ ഫോണിൽ പലരെയും വിളിക്കാറുണ്ട്. ഒന്നുകിൽ ദിലീപ് അപ്പുണ്ണിയുടെ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ച് ഈ കാര്യം പറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, അപ്പുണ്ണി ഈ കൃത്യം നടന്നുവെന്ന്, അല്ലെങ്കിൽ പൾസർ സുനി അടക്കമുള്ള കുറ്റവാളികൾ ഈ പെൺകുട്ടിയെ, യുവതിയെ, അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു തുടങ്ങി എന്ന കാര്യം ദിലീപിനെ അറിയിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നുവെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അത് ഡിജിറ്റൽ തെളിവ് കൂടിയാണ്. കാരണം ഈ കോട്ടയം മുതൽ ഇങ്ങോട്ടേക്ക് ആലുവ മാർക്കറ്റ് വരെയാണ് ഏതാണ്ട് ഈ അപ്പുണ്ണി എല്ലാ ടവർ ലൊക്കേഷനിലും അതേ സമയത്ത് അപ്പുറത്ത് പൾസർ സുനി അടക്കമുള്ള കുറ്റവാളികളും അതിജീവിതയുടെ ടവർ ലൊക്കേഷനും അതേ സമയത്തുണ്ട്. പടമുകളിലെ ലാലിന്റെ വീട്ടിൽ ഏതാണ്ട് 10 മണി കഴിയുമ്പോഴാണ് ഈ കുറ്റകൃത്യം, ക്രൂര പീഡനത്തിന് ശേഷം പെൺകുട്ടിയെ ഈ കുറ്റവാളികൾ ഉപേക്ഷിക്കുന്നത്. ആ സമയത്ത് നടന്ന ഈ ഡിജിറ്റൽ എവിഡൻസ്, ആ സമയത്തുള്ള അവരുടെ യാത്രാ മാർഗത്തിൽ
ഈ അപ്പുണ്ണിയുടെ സാന്നിധ്യം ദുരൂഹമാണ്. ഇതിലേറെ തെളിവുകളുണ്ട്. ഏതായാലും തിങ്കളാഴ്ച രാവിലെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. അത്രയേറെ തെളിവുകൾ ഉള്ള ഒരു കേസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും, പ്രോസിക്യൂഷൻ ആവട്ടെ അതിജീവിതമാവട്ടെ, എല്ലാവരും അത് ഉറ്റുനോക്കുന്നു. ഒട്ടേറെ തെളിവുകൾ റിപ്പോർട്ടർ തന്നെ പൊതുമധ്യത്തിലേക്ക് വിട്ടതാണ്. അത് ഭൂരിഭാഗം തെളിവുകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. സാക്ഷികളുടെ മൊഴിമാറ്റമാകട്ടെ, ഈ കേസ് അട്ടിമറിക്കാൻ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ശ്രമിച്ചതടക്കമുള്ള നിരവധി തെളിവുകളുണ്ട്. എല്ലാ തെളിവുകളും പുറത്തെത്തി. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പുറത്തെത്താനുണ്ട്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സംവിധാനം വാദം നടന്നത് അന്ന് അമ്മയുടെ ട്രഷറായിരുന്ന ഈ ദിലീപിന് അനുകൂലമായി നിൽക്കുന്നതാണ് കണ്ടത്. സൂപ്പർ താരങ്ങൾ പോലും ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ചതാണ്. അപ്പോഴും കുഞ്ചാക്കോ ബോബന്റെ മൊഴി വളരെ നിർണായകമായിരുന്നു. ലാലിന്റെ മൊഴി ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായിരുന്നു. നമ്മുടെ പി ടി തോമസിന്റെ മൊഴി വളരെ നിർണായകമായിരുന്നു. പി ടി തോമസിനെ അടക്കം സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി പലതരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്ന വിഷയമാണ്. ടി വി പ്രസാദ് നാളെ വിധി പറയാൻ പോകുമ്പോൾ തകർന്നു വീഴാൻ പോകുന്നത് ഈ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചവരുടെ അധികാരം കൂടിയാണ്. കേരളത്തിന്റെ പൊതുസമൂഹം, റിപ്പോർട്ടർ TV അടക്കം വാർത്താ സമൂഹവും ഒപ്പം തന്നെ കേരളത്തിന്റെ ജുഡീഷ്യറി സംവിധാനവും അന്വേഷണ സംവിധാനവും സർക്കാരുമെല്ലാം അതിജീവിതയ്ക്കൊപ്പം അടിയുറച്ചു നിന്നതിന്റെ ഒരു ഫലം നാളത്തെ വിധിയിൽ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം എന്നുള്ളതാണ്. ടി വി പ്രസാദ് ദിലീപിന് ആദ്യം പിഴയ്ക്കുന്നത് ഈ പൾസ് സുനി തനിക്കറിയില്ല എന്ന നിലപാടെടുത്തു. ഒടുവിൽ പൾസ് സുനി തന്നെ പറഞ്ഞു ഇത് അറിയാമെന്ന് മാത്രമല്ല അടുത്ത ബന്ധമാണ് എന്നുള്ളത്. മാത്രമല്ല തെളിവുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നതോടുകൂടി ദിലീപിന്റെ എല്ലാ വാദങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. പൾസ് സുനി ദിലീപിന്റെ ലൊക്കേഷനിൽ പോയി കണ്ടത്, അപ്പുണ്ണിയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പുറത്തു വന്നു. എഴുതിയ കത്ത് റിപ്പോർട്ടർ പുറത്തുവിട്ടതോടുകൂടി അത് പൂർണ്ണമാവുകയും ചെയ്തു. അപ്പോൾ നിർണായകമായൊരു വിധിക്ക് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്. ദിലീപ് തന്നെ അന്വേഷണത്തിന്റെ പല ഘട്ടത്തിലും നടത്തിയ അബദ്ധങ്ങളും അമിതാത്മവിശ്വാസ പ്രകടനങ്ങളും നാളത്തെ വിധിയിൽ തിരിച്ചടിയാവില്ലേ ടി വി പ്രസാദ്? അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് അരുൺ. ഒരു സമ്പത്തും അതുപോലെ തന്നെ അധികാരവും പ്രശസ്തിയും എല്ലാം കൈവശമുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വലിയ നടനായ ദിലീപിൻ്റെ ഇടപെടൽ. ഒരു കാലത്ത് മലയാള സിനിമയെ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടിയ സൂപ്പർ താരങ്ങളെക്കാളും വലിയ സൂപ്പർ താരമായി മലയാള സിനിമയിലെ രാജാവായി അറിയപ്പെട്ട ദിലീപ് നടത്തിയ കാര്യങ്ങളാണ് കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ വിചാരണയ്ക്കിടയിൽ കേരളം കണ്ടത് എന്നുള്ളതാണ്. ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും മാറി മാറി വിചാരണയെ തടസ്സപ്പെടുത്താനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ നടന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാം എതിരായി ദിലീപിന് ഇതിൽ പങ്കുള്ള ഒരുപാട് തെളിവുകളുണ്ട് എന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന പോരാളി അത് റിപ്പോർട്ടർ ചാനലാണ് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടർ റോഷിപ്പാലിൻ്റെ ഇടപെടൽ അരുൺ, അത് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഉറപ്പായും ഒരുപാട് തെളിവുകളുള്ള കേസാണ് ഇത് എന്നത് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ പിറകിലുള്ള ഗൂഢാലോചനയിലേക്ക് എത്തുക എന്നുള്ളത് സാധാരണയായി ആ പതിവുള്ള രീതിയല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ CD ശരി, ടി വി പ്രസാദാണ് വിവരം നൽകിയത്. ടി വി പ്രസാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പുറത്തുവിട്ട ഈ CDRന്റെ കൂടുതൽ വിവരങ്ങളുണ്ടല്ലോ, അതും ദിലീപിന് കുരുക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ്. താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു റോഷിപ്പാൽ. അതിജീവിതയ്ക്കൊപ്പമാണ് എക്കാലവും, അന്നും ഇന്നും ഇനിയും അങ്ങനെ തന്നെ റിപ്പോർട്ടർ നിലപാട് തുടരും.